1999 മെയ് 13, ജർമ്മനി. ജ്ഞാനതളം 204. അനുഗ്രഹം. നിങ്ങളുടെ ഗൃഹത്തെ ഈശ്വരന്റെ ഗൃഹമാക്കൂ. അപ്പോൾ അവിടെ പ്രകാശവും സ്നേഹവും സമൃദ്ധിയും ഉണ്ടാകും. നിങ്ങളുടെ ശരീരത്തെ ഈശ്വരന്റെ വാസസ്ഥലമാക്കൂ. അപ്പോൾ അവിടെ ശാന്തിയും പരമാനന്ദവും ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിനെ ഈശ്വരന്റെ കളിപ്പാട്ടമായി അനുഭവിക്കൂ. അപ്പോൾ നിങ്ങൾ അതിന്റെ എല്ലാ കളികളും നോക്കിക്കണ്ട് ആസ്വദിക്കും. ലോകത്തെ ദൈവത്തിന്റെ ഒരു കളിയായും പ്രദർശനമായും കാണുക. നിങ്ങൾ ദ്വൈതമല്ലാത്ത സ്വയത്തിൽ വിശ്രമിക്കും. അനുഗ്രഹം പല രൂപങ്ങളിലും നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾ സുഖലോലുപനാണെങ്കിൽ അനുഗ്രഹം ആസക്തിയായി നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ അനുഗ്രഹം നിങ്ങൾക്ക് പ്രതിഫലമായി വരുന്നു. നിങ്ങൾ ആനന്ദപ്രിയനാണെങ്കിൽ അനുഗ്രഹം നിരുത്സാഹമായി നിങ്ങൾക്ക് വരുന്നു. നിങ്ങൾ ബന്ധനങ്ങളിൽ പെട്ടുകിടക്കുകയാണെങ്കിൽ അനുഗ്രഹം ദുരിതമായി നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾ അനാസക്തരാണെങ്കിൽ അനുഗ്രഹം ആത്മജ്ഞാനമായി നിങ്ങളിലേക്ക് എത്തും. ജയ് ഗുരു.